ഇവിടെ മനോഹരമായ ചോക്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലൊരു ഫ്രെയിമാണ്, ചോക്ലേറ്റിൻ്റെ ഒരു മോൾഡാണ് വേണ്ടത്. ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എള്ള് വറുത്തതാണ്. എള്ള് വറുത്തത് അവിടെ കുറേ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് കോമ്പൗണ്ടാണ്. ഇത് നമുക്ക് കേക്ക് ചോക്ലേറ്റിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടുന്ന കടകളിൽ കിട്ടുന്നതാണ്. നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്താൽ മതി റോ മെറ്റീരിയൽസ് ഫോർ ചോക്ലേറ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഫോർ കേക്ക്. അപ്പോൾ ആ കടയിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് മിൽക്ക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് മിൽക്ക് കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പാത്രമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മിൽക്ക് കോമ്പൗണ്ടിൽ നിന്ന് ഇതുപോലെ ഒരു പീസ്, 2 പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് 1/2 kg ആണ് വരുന്നത്. 1/2 kg ആണ്. ഇത് 170 ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം വെച്ചിട്ട് നമ്മുടെ മൈക്രോവേവിൽ 30 സെക്കൻഡ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മെൽറ്റ് ചെയ്തു. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി 30 സെക്കൻഡിൽ മൈക്രോവേവ് ചെയ്തു. അതിനുശേഷം ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതിൽ എത്രമാത്രം എള്ള് വറുത്തത് നമുക്ക് ചേർക്കാൻ പറ്റുന്ന അത്രയും എള്ള് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഫ്രെയിം എടുത്ത് ഹാർട്ട് ഷേപ്പ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുത്ത്, ഒന്നുമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം എന്താ പറയുക, ഐസ് ക്യൂബ്സ് ഉണ്ടാക്കും. ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ട്രേ എടുത്തിട്ടായാലും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് മെൽറ്റായതിന് ശേഷം നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള അത്രയും എള്ളിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എള്ള് വറുത്ത് തണുത്തതാണ് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യുക മാക്സിമം. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇത് മോൾഡിലേക്ക് ഓരോന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ കൊണ്ട് ഫ്രീസറിൽ വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതെടുത്ത് പുറത്തെടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് നമ്മളൊന്ന് ഇതൊക്കെ മാറ്റി വെച്ച് വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, എല്ലാം ഇട്ട് പോരും. അപ്പോൾ ഇതാണ് നമ്മുടെ എള്ളുകൊണ്ടുള്ള ചോക്ലേറ്റ്. വളരെ ടേസ്റ്റിയാണ്. ഇത് മോൾഡിൽ വന്ന് ബാക്കിയുള്ളത് ഞാൻ പ്ലേറ്റിൽ പരത്തിയിട്ട് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി അത് ഉണ്ടയാക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞാനതെല്ലാം ഇതുകൊണ്ട് വടിച്ചെടുത്ത് ഞാനിതുപോലെ ഉണ്ടയാക്കി എടുത്തു. എന്നിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നമ്മളുടെ ഈ ചോക്ലേറ്റ്, എള്ളുകൊണ്ടുള്ള ഈ ചോക്ലേറ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചോക്ലേറ്റ് ഒന്നും മേടിക്കേണ്ട. മിൽക്ക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോപ്പിൽ ചോദിച്ചാൽ മതി, അവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിന് ശേഷം നമുക്കിതുപോലെ മെൽറ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മനോഹരമായ വളരെ രുചികരമായ ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്കിതുപോലെ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത്. ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് മെൽറ്റായി പോകും, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ്, അതായത് മിൽക്ക് കോമ്പൗണ്ടാണിത്. മിൽക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഒരു കട്ടയെടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ഞാനിത് ഓണാക്കണം. അപ്പോൾ ഇത് ഞാൻ ഓണാക്കണം. 30 സെക്കൻഡാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 30 സെക്കൻഡിൽ ഇത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വീണ്ടും അത് ഒന്ന് മറിച്ചിട്ട് ഒരു 30 സെക്കൻഡ് കൂടെ നമ്മൾ ചൂടാക്കണം. മൈക്രോവേവ് ആണ്. അപ്പോൾ ഇത് 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ 30 സെക്കൻഡ് കൊടുക്കണം. അപ്പോൾ ഇത് 30 സെക്കൻഡ് ആയിട്ട് നമുക്ക് നോക്കാം.
അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ട് ഇത് മെൽറ്റ് ആവാനുണ്ട്. അപ്പോൾ നമുക്കിത് അല്പം കൂടെ ഇത് ചൂടാക്കാം. അപ്പോൾ ഞാനത് ഒരു 10 സെക്കൻഡ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. സാധാരണ 30 സെക്കൻഡിലാവാറുണ്ട്. എങ്ങനെ ആയില്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കൂടെ മെൽറ്റാക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടിയൊന്നുമില്ലാണ്ട് ഉടച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിൽ എള്ള് വറുത്ത് വെച്ചതാണ് ഇത് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ഇതിൽ നിറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. കൂടുതലാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാവുന്നതാണ്. അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മോൾഡിലൊഴിച്ചത് ഷേപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതുകൊണ്ടൊന്ന് വടിച്ചെടുക്കാവുന്നതാണ്. എല്ലാതും നമുക്കിതുപോലെ എല്ലാം നല്ലപോലെ വടിച്ച് ക്ലീനാക്കി വെക്കാം. അപ്പം നമ്മൾ എല്ലാം മുകളിലിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഷേപ്പ് ഒന്ന് ശരിയാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിലിത് നമുക്കിത് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെ വയ്ക്കാവുന്നതാണ്. ഇതാണ് നമ്മളുണ്ടാക്കിയ ചോക്ലേറ്റ്സ്. ഇത് നമുക്ക് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ച പ്ലേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് ഇടാണ്. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പുറത്തേക്ക് വരുന്നുണ്ടാവും. ഒന്ന് പ്രസ് ചെയ്താൽ അപ്പോൾ ഇതാണ് നമ്മളുടെ മോൾഡ് ക്ലീനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചോക്ലേറ്റ്സ്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഭംഗിയായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ്സ് വളരെ ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിലുള്ളവർക്കെല്ലാം ഇതുപോലെ എടുത്ത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ ഈസിയാണ്. ഇപ്പോൾ ഇതുപോലെ ഒരു കട്ടയാണ് ഞാനെടുത്ത് മെൽറ്റ് ചെയ്തത്. ഇത് ഏതാണ്ട് ഒരു 125 ഗ്രാം കാണായിരിക്കും. അതിൽ ഇത് മെൽറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള എള്ള് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കട്ടയിൽ നിന്ന് 2, 4, 6, 8, 10, 11 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയത്.